ഹലോ, ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ടാണ്. ഇത് കളറ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ ടേസ്റ്റ്, അപാര ടേസ്റ്റാണ്. നമ്മുടെ നെയ്ച്ചോറിനും വറ്റിച്ച് വെക്കണ ചോറിനും പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ നല്ലൊരു സൂപ്പർ കോമ്പിനേഷനായിട്ടുള്ള ഒരു ചിക്കൻ മുളകിട്ടതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അധികം സംസാരിച്ച് ബോറടിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ. നമ്മളിവിടെ ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കൊരു മസാല ആക്കി വെക്കണം. അപ്പോൾ അതിനകത്ത് ഞാനിവിടെ എരിവില്ലാത്ത മുളക് പൊടിയാണ് എടുത്തേക്കണത്. 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ഉപ്പിട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 10-15 മിനിറ്റ് നമ്മുടെ ചിക്കനിലോട്ടുള്ള മസാലയൊക്കെ റെഡിയാക്കണ വരൊക്കെ ഒന്ന് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇതൊന്ന് മാറ്റി വെക്കാം. നമ്മളിവിടെ കറി വെക്കാനായിട്ട് എടുത്തേക്കണത് ഉരുളിയാണ് കേട്ടോ. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ. ഞാനിവിടെ ഒരു ചെറിയ സവാളയാണ് എടുത്തേക്കണത്. നമുക്ക് ഒരുപാട് മസാലയൊന്നും വേണ്ട, ഒരുപാട് മസാല വേണ്ടാത്ത കറിയുമാണിത്. ഇതൊന്ന് വഴറ്റിയെടുക്കാം, ഒരുപാട് വഴറ്റിയാൻ വേണ്ട. ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ചെറിയ കഷ്ണം മതിയേ. വെളുത്തുള്ളി ഒരു 5-8 വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ്, അത് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്നു വരണം. നമ്മളിതിനകത്തേക്ക് ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മുടെ മസാല പൊടികൾ ഇട്ട് കൊടുക്കാൻ. കാശ്മീരി ചില്ലി 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 സ്പൂണ് നമ്മുടെ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടേ. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് നമ്മുടെ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തേക്കണത്. നമ്മളിവിടെ മല്ലിപ്പൊടി ഒന്നും ഉപയോഗിക്കണില്ല. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് വേണം ഇതൊന്ന് നമ്മുടെ മസാലേൻ്റെ പച്ച മണം ഒന്ന് മാറണ വരക്ക് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കേ. ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണത്. നല്ലതുപോലെ മൂത്ത് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തെടുത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാലയൊക്കെ തേച്ച് വെച്ചേക്കണ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആ ചിക്കനുമായിട്ടൊന്ന് മസാല ഒന്ന് വഴറ്റി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കളറ് തന്നെയാണല്ലോ. ഞാനിവിടെ 2 കപ്പ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പച്ചവെള്ളം ഒഴിക്കരുത്. പച്ചവെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ ഈ ചിക്കൻ മുളകിട്ടതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. അപ്പം നമ്മളിവിടെ തിളച്ച വെള്ളം കേട്ടോ. തിളച്ച വെള്ളം ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് മാറ്റി വെച്ചിരുന്നു വെച്ചാൽ അത് ഒഴിക്കണ്ടേ. 2 കപ്പ് ഫുള്ളും ഒഴിക്കണ്ട നമുക്ക് വെള്ളം. നമുക്ക് ഒരുപാട് കറി ഇതിന് ആവശ്യമില്ല. ഇതിന് നല്ല കുറുകിയ ചാറാണ് കേട്ടോ വരേണ്ടത്. നമ്മുടെ ചിക്കൻ മുളകിട്ടതിൽ നല്ല കുറുകിയ ചാറാണ് വരേണ്ടത്. നമ്മൾ സാധാ മീനൊക്കെ മുളകിട്ട് വെക്കണത് എങ്ങനെ അതുപോലെ തന്നെ ഇത് നമ്മൾ ചിക്കനാണെന്ന് മാത്രം, അധികം മസാലയൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ മീനൊക്കെ മുളകിട്ട് വെക്കണത്. ഇതിനകത്ത് നമ്മൾ മല്ലിപ്പൊടി ഒന്നും ചേർത്തിട്ടുമില്ല. നമ്മൾ ചിക്കനിൽ മസാല തേച്ചപ്പോൾ തന്നെ ഞാൻ ഉപ്പിട്ടതാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 10-12 മിനിറ്റ് നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. കറിയൊക്കെ ഒന്നുകൂടെ കുറുകി വരും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ
പെരിഞ്ജീരകം പൊടിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നമ്മുടെ ഗരം മസാലപ്പൊടിയിൽ അതും ഇട്ട് കൊടുക്കട്ടെ. കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒരു 5 മിനിറ്റും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ചിക്കന് ഒരു 10-25 മിനിറ്റോളം മതി നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്, അത്രയും വേണ്ട. അപ്പം നമുക്കിതൊന്നുകൂടെ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കറിയൊക്കെ ഒന്ന് വറ്റി തുടങ്ങുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് തീ ഓഫാക്കാം. അപ്പം നമ്മുടെ അധികം മസാലകളൊന്നും ചേർക്കാത്ത നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചാറൊക്കെ കുറുകി നല്ല റെഡ് കളറായിട്ടുണ്ട്. കുറച്ച് വേപ്പില കൂടി നമുക്ക് അതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പം എല്ലാവരും ഈ നോമ്പിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒന്നും പറയാനില്ല, അത്ര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടാതെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഞാൻ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.